കള്ളൂടിയന്മാർക്ക് ചെന്ന് വീഴാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. രാത്രി ഒന്ന് സ്വയമായിട്ട് കിടക്കാൻ ഈ പകര് സമ്മതിക്കില്ല. കുട്ടികാരാണ് എടോ കുട്ടികാരാണ് എന്ത് കിടപ്പാടോ ഇത്? പോയി കിടപ്പ് ഇവിടെ ആക്കിയോ? എവിടെയെങ്കിലും ഒന്ന് കിടക്കണ്ടേ? ഉറക്കം വരുമ്പോ സ്വൈര്യം കിടത്താ താഴ്ന്ന് പോകാൻ നോക്കുന്നുണ്ടോ? പഞ്ചായത്ത് മെമ്പർ തെരഞ്ഞെടുക്കണുണ്ടല്ലോ. എന്നെ ആര് തെരയാൻ? മാധവമാഷ്ക്ക് ദെണ്ണ ഒന്ന് വീണു അത്രേ, പിന്നെ മിണ്ടിയിട്ടില്ല. നമ്മളെ മാധവമാഷോ? ആ, മിറ്റടിക്കാൻ പണിക്കാരത്തി എന്നപ്പോ വീണ് കിടക്കുകയായിരുന്നു. മാഷക്കിപ്പോ 63, 64. തരകളൊന്നുമില്ല, മരിക്കുന്ന പ്രായം തന്നെയാ. ഇന്നെന്താ നാളത്തേക്ക് നോക്കിയാ മതി. ഏകാദശിയും ദ്വാദശിയും ചേരുന്ന തിരുവോണം. സ്വർഗവാതിൽ തുറക്കണ സമയത്ത് മാഷ പോലെ നല്ലൊരാളെ കാണോ ഈ ദേശത്ത്? ഇത്തിരി മനുഷ്യനുണ്ടെങ്കിലും മാഷക്ക് നാളെ വയ്ക്കാം. കുട്ടിയാരാണോ? ആ, അച്ചോട്ടൻ വിളിക്കണു. അറിഞ്ഞു. ഇതേ ഒന്ന് കുളിക്കേണ്ട താമസത്താ വരികയെന്ന് പറയും. വയറ് കഴിഞ്ഞിട്ട് വയ്യ. നിങ്ങളോടൊന്ന് വേഗം ചെല്ലാൻ. മാധവമാഷക്ക് അറിയാം. നീ നടന്നോ, ഞാൻ വരും. ഒക്കെ വേണ്ട മാതിരി ചെയ്യും. വിദ്യാൻ വന്ന ആളെ മരിപ്പിക്കാൻ ഈ ദേശത്ത് പിന്നെ ആരാ ഉള്ളത്? മുമ്പ് ചാത്താരുണ്ടായിരുന്നു. ഇപ്പോഴോ കള്ളുടിയിലാണ്, പൊളിയാഴ്ചക്കാരനാണ് നിങ്ങളൊക്കെ പറയെങ്കിലും മരിപ്പിക്കാൻ ഈ കുട്ടിനാരാണ് തന്നെ വേണം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വരൂ. സാറില്ലേ? ബോംബെ ഫ്ലൈറ്റിന് പോയി. അന്ന് പറഞ്ഞ വീഡിയോ കാസറ്റ്? ഓ, അഭിനയം വേണ്ട. പയ്യനില്ല. അവന് കുറെ നാളെ ലീവിനൊരു തിടുക്കം. ലിബറിലായി 4 ദിവസം കൊടുത്തു. ഗോപി ഇരിക്കും. 5th ബോംബെന്ന് കുട്ടേട്ടം മടങ്ങും. സാറിന്റെ ബോംബെ ട്രിപ്പ് ഫിക്സ് ചെയ്തപ്പോ നമ്മുടെ മിസ്സസ് ഒന്ന് സ്ഥലം വിട്ട് കിട്ടാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഭാഗ്യമുണ്ട്. ആർക്ക്? ഏട്ടന്റെ പെണ്ണ് കാണാനല്ലേ? വിളിച്ചു പോണേന് മുമ്പ് ഞാനാണല്ലോ തിക്കസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഗോപിയെ തനിച്ചാക്കി പോണേല് വിഷമമുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ അന്വേഷിച്ചോളാമെന്ന് പ്രോമിസ് ചെയ്തു. ശരി, സാറില്ലാത്തപ്പോ MD തൊട്ടേനൊക്കെ എന്നെ വിളിക്കും. പോട്ടെ, 6 വരാം. വേണ്ട, ബെറ്റർ ഒരു 7, 5th വരെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ശനിയും ഞായറും മക്കൾക്ക് അമ്മയൊന്ന് കാണണമെന്ന് തോന്നി ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെടരുതെന്ന നെക്സ്റ്റ് പ്രാർത്ഥന. സ്റ്റഡി ലീവ് അല്ലേ, വരരുതെന്ന് വിളിച്ചു പറയും. പെർഫെക്റ്റ്. ഹലോ. യെസ്, അതെ. എപ്പോ? ചേട്ടൻ രാവിലെ ബോംബെക്ക് പോയി. ശരി, രാജന് ഞാൻ വിവരം അറിയിക്കാം. സേതയ്ക്ക് വിവരം? ശരി, ഞാൻ പുറപ്പെടാം. ഹലോ, ഞാൻ മാനേജറുടെ വീട്ടിൽ നിന്ന് മിസ്സസ് ആണ്. എയർപോർട്ടിൽ നിന്ന് കാർ വരും അവിടെ. അത് ഉടനെ ഇങ്ങോട്ട് അയക്കാൻ ഏൽപ്പിക്കൂ. ഉടനെ. അച്ഛന് സീരിയസ് ആണ്. ഇപ്പൊ ട്രങ്ങാൾ വന്നു. അസിസ്റ്റന്റ് മാനേജർ മിസ്റ്റർ ഗോപിനാഥനോടും ഒന്ന് വിവരം പറയൂ. ടെലിഫോണിൽ നീ എന്താ കേട്ടത്? അവരുടെ മുറിയിൽ കുട്ടികളുടെ ബഹളം ശരിക്ക് കേട്ടില്ല. അച്ഛന് സൂക്കേട് കലശല, പുറപ്പെടണമെന്ന് മാത്രം കേട്ടു. ഈ നാടന്മാര് വകതിരിവോടെ ഒന്നും ഫോണിൽ പറയില്ല. കലശലാണെന്ന് പറഞ്ഞാൽ ഒക്കെ കഴിഞ്ഞാലും ചിലർ അങ്ങനെയാ പറയാ. ഓണക്കാലത്ത് കണ്ടപ്പോഴും കൂടി ഒരു ആരോഗ്യമില്ല. മരിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല അച്ഛന്. നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് സന്ധ്യയ്ക്ക് മുമ്പേ എത്താം. നാളെ ഒറ്റ ദിവസമേ ചേർമാനുള്ളൂ. പണിക്കർ സാർ പറയില്ലേ? അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് പ്രൊമോഷൻ ഓർഡർ ഇടുവോ? ഒരു ടാക്സി വിളിക്കായിരുന്നു. എത്ര നേരമായി? ടാക്സി 400 റുപ്യ പോകുന്ന അറിയില്ല. ആ, ഡിന്നറിന്റെ ഇടയിൽ നീ നയത്തിൽ നിന്ന് ബസ് വരുന്നുണ്ടല്ലോ, നീ വാ. നാരായണ 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 നാരായണ. എവിടെയായിരുന്നല്ലോ താൻ? വേണ്ടത്തപ്പോ തന്നെ തട്ടിയും മുട്ടിയും നടക്കാൻ വയ്യ.
ഒരു ആവശ്യം ഞാനൊന്ന് വരുമ്പോ കുളിക്കാൻ ഇറങ്ങുമ്പോഴാ വിവരം അറിഞ്ഞ വെച്ചോട്ടാ. ഇനിയൊക്കെ ഞാൻ നോക്കിക്കോളാം. മാഷേ മാഷേ, ഞാനാണ് കുട്ടിനാരായണൻ. ഞാനിവിടെ ഉണ്ടാവും. മാഷ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാറ്റിനും ഞാൻ ഉണ്ടാവും. നെഞ്ചത്ത് കഫം കെട്ടുന്നുണ്ട്. തവിട് കിഴി കെട്ടി ഒരു ചെറു ചൂടോടുകൂടി പിടിച്ചാൽ കുറച്ചു കാക്കം കിട്ടും. ചിരോ, നീ എന്റെ ഏർപ്പാടെന്ന് വെച്ച് ചെയ്യേ. കസ്തൂരിയാതി ഗുളിയുണ്ടോ ആവോ? ആ, ഒരടുപ്പിൽ ഇത്തിരി ജീരകം വെച്ചോളൂ. എനിക്കിന്ന് 100 തിരക്കുള്ള ദിവസമാണ്. പഞ്ചായത്തിലൊരു മീറ്റിംഗ്, ബ്ലോക്കിലൊരു മീറ്റിംഗ്. അച്ചുവട്ടം പോയിക്കോളൂ, സമാധാനമായിട്ട് പോയിക്കോളൂ. ഇന്നൊന്നും ഉണ്ടാവില്ല. എടാ ഞാൻ ഉണ്ടല്ലോ. കസ്തൂരിയാതി ഗുളിയോ അങ്ങനെ കാശും പണം വല്ലതും മാഷ്. ആരെങ്കിലും അയച്ചു വാങ്ങിച്ചോളൂ. താൻ ഇവിടെ തന്നെ വേണം. ആ ചാത്താ, ഓ, നീ അങ്ങാടി പോയിട്ട് വൈദ്യശാലയിൽ നിന്ന് ഒരു 5 വായുഗുളിക അടിയന്തരമായിട്ട് കൊടുത്തേക്കാൻ പറ. കാശ് പിന്നീട് അടുത്തിക്കാന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് മൂപ്പർക്ക്? വായു ഇളകിയിട്ടില്ല. ലക്ഷണം കണ്ടിട്ട് നാളെ പുലർച്ചെ ഏറിയ 12 മണി, ഉച്ച കഴിയില്ല. ശരി, നിന്റെ കുട്ടികൾ ആരുണ്ട്? ഇത് കഴിഞ്ഞ വരെ വിളിച്ചോൻ പറഞ്ഞൊന്ന് കേൾക്കാൻ. അവർക്ക് തീപ്പെട്ടി കമ്മിൽ പണിയില്ലേ? ഞാൻ പിന്നെ കീഴ്ക്കട കഴിഞ്ഞെന്ന് മറക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടെ ജോലിക്ക് വന്നിട്ട് പോണു. സന്ധു ബന്ധുക്കൾ ആരെങ്കിലും എത്താതിരിക്കില്ല. അതൊന്ന് സഹായിച്ചു തരൂ. ഗുളിയുടെ കാര്യം മറക്കണ്ട. ഇങ്ങനെ ഒരു അത്യാവശ്യം വരുമ്പല്ലേ മനുഷ്യരെ അങ്ങോട്ടും കൂടെ സഹായിക്കുക. 15-20 രൂപയ്ക്ക് ആരാ ഇപ്പൊ ഇവിടെ പണിക്ക് നിൽക്കുക? പണ്ടത്തെ കാലം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞാൻ. അകത്തും പുറത്തായിട്ട് പണിക്ക് എത്ര ആളായിരുന്നു ഇവിടെ. ഇപ്പൊ വയ്യാണ്ട് കിടക്കുമ്പോ കൂടി സഹായത്തിന് ഒരാള്. മകളുടെ കൂടെ പോയി താമസിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ? മുറ്റടിക്കലും പാത്രം തയ്ക്കലും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പണിക്കാർ വെച്ചത് കഴിക്കില്ലെന്നല്ലേ കണ്ണു കാണാനായിട്ടും കൂടെ വാശി? അമ്മുക്കുട്ടിയുടെ അടുത്തേക്ക് ഒരാളെ വിട്ടാലോ? ആ വഴിക്ക് ആരെങ്കിലും പോണവരുണ്ടോ? പറയേണ്ട താമസേ ഉള്ളൂ. ആ കുട്ടി ഓടി വരാൻ. മരുമോളല്ലേ? മരുമോൾക്കൊരു ചുമതലയില്ലേ? മരിക്കാൻ കിടക്കുന്നവരെ കുറ്റം പറയുന്ന ചൊല്ല്. ആള് മീശനാ. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കുട്ടി കണ്ണിയും കയ്യുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അത് നിങ്ങൾക്കറിയോ? എന്തിന്? ആരൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. എന്താ ഉണ്ടായേ? ആവോ, ചക്രശ്വാസം വലിച്ച് ആളുകളെ കഷ്ടപ്പെടുത്താതെ തീർന്നോട്ടെ തന്ത. ഉടുപ്പ് മറന്നെങ്കിൽ വേഗം മാറിക്കോ. മമ്മിയില്ലേ? വരും. ആ പണിക്കാരോട് ഇവനെ വേഗം ഒന്ന് റെഡിയാക്കാൻ പറയും. നല്ല വന്നില്ലേ? ഇല്ല. വിശാലേട്ടത്തി എന്താ പറഞ്ഞത്? വളരെ സീരിയസ് ആണോ? വളരെ സീരിയസ് ഇല്ലെങ്കിൽ വേഗം പുറപ്പെടാൻ പറയൂ. ഇറങ്ങാം. നോക്കൂ, തേർഡിന് ഡൽഹിയിൽ വെച്ച് ഇന്റർവ്യൂ വെറും ഒരു ഫോർമാലിറ്റിയാണ്. മിക്കവാറും സെലക്ട് ചെയ്തവരെ മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് കോമളം പറഞ്ഞു. എന്തോ നമുക്ക് ഇറങ്ങാം. രാജൻ അവിടെ എത്തി സിറ്റുവേഷൻ എന്താന്ന് അറിഞ്ഞിട്ട് വിളിച്ചാൽ മതി. അതുപോരെ? മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് ഡൽഹി പോണം വയ മദ്രാസ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് കണക്ഷൻ ഉണ്ട്. പേപ്പേഴ്സ് ഒന്നും ശരിയായിട്ടില്ല. പാസ്പോർട്ട്, വിസ, റിസർവ് ബാങ്ക് ക്ലിയറൻസ് ദിവസവും ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്റെ ഈശ്വരാ. ഇപ്പൊ ചെയ്യേണ്ട പുറപ്പെടുക. നൗ, ഇമ്മീഡിയറ്റ്ലി വരൂ. ഞാനിന്ന് ഡ്രസ്സ് മാറ്റട്ടെ. ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? കല്യാണി, എന്താ പറ്റുമേ? രുക്മിണിയുടെ അവിടെ നാളെ വന്നാൽ അൽമാരയുടെ മീതെ വെച്ചിട്ടുള്ള പാക്കറ്റ് കൊടുത്തയക്കണം. ഈ അലമാരയല്ലേ? ഈ അലമാര അല്ല, നടുമുറിയിൽ അൽമാര. ആ, സുമാര സാറിന്റെ മിസ്സസ് നാളെ വിളിക്കും. വിവരം പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ കൃത്യമായിട്ടൊക്കെ എഴുതി വെക്കണം. ഓ,
അച്ഛാ നമ്മ എപ്പോഴാ മടങ്ങാ? അറിയില്ല. ഹലോ. ഓ, ആ വിളിക്കാം. അമ്മയെ വിളിക്കുന്നു പറ. ഹലോ. ആ, താങ്ക് യു. ഫെല്ലോഷിപ്പാണ് 2 കൊല്ലത്തേക്ക്. ആ, ഞാനേ വരുന്ന വഴി അവിടെ കയറണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേ ഇവരുടെ സിസ്റ്ററിന്റെ കോള് വന്നത്. ഫാദർ ലോന് സീരിയസ് ആണെന്ന്. ആ, 10-25 വയസ്സുണ്ട്. ഓ, പുറപ്പെടുകയായി. ഹാർവാർഡ് അമേരിക്കയിലെ വേൾഡിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആയമ്മ പറയുന്നൊന്നും കാര്യാക്കണ്ട. ഒരു വകതിരില്ലാത്ത ടൈപ്പാണ്. അവരുടെ കാര്യം വാട്ട് ദ ഹെൽ. ഇപ്പൊ ആർക്കോ ഇല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വകതിരിവ്. അതാണ് നിനക്കും കുറവ്. പരദൂഷണത്തിലെ ബാക്കി മുഴുമിപ്പിക്കാൻ ഇനിയും കോൾ വരും. അത് ഒഴിവാക്കാനാ. യു ഗെറ്റ് റെഡി. തിരക്കുള്ളവർ പുറപ്പെടണം. ഞാൻ വരുന്നില്ല. ഒരു നാട്ടു നടപ്പിന്റെ പ്രശ്നമുണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇത്രയും നേരം നിന്നത്. അതറിയാത്തവളാണ് ഭാര്യ. എനിക്ക് കുറ്റം ചാരിയ മതി അവിടെ വല്ലവരും ചോദിച്ചാ. ഞാനില്ല. നീ പുറപ്പെട്. ഇപ്പൊ തന്നെ സമയം വൈകി. പ്ലീസ് യു ഗെറ്റ് ഇൻ ടു ദ കാർ. ആ, നീ വരുന്നില്ലയോ? ശരി, ഞാനും വരുന്നു.